വചനദീപം. 1-ാം നൂറ്റാണ്ടിലെ വളരെ പ്രസിദ്ധമായ ഒരു പട്ടണമായിരുന്നു എഫെസോസ്. ഈ എഫെസോസിൽ ഒരു സഭയുണ്ടായിരുന്നു. ഈ എഫെസോസിൽ നിന്നുള്ള റൂട്ടിലൂടെ പോകുമ്പോൾ ആ വഴിക്കുള്ള സഭകൾ, മറ്റ് പല സഭകളുണ്ട്. ആ സഭകളിലൊക്കെ വായിക്കത്തക്ക നിലയിലാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം എഴുതിയത്. തൻ്റെ ഈ ലേഖനം ഒരു പ്രത്യേക സഭയ്ക്ക് എഴുതിയതല്ല എന്നതിൻ്റെ ഒരു പ്രധാന തെളിവ് ഇവിടെ ഒരു പ്രശ്നത്തെക്കുറിച്ചും വായിക്കുന്നില്ല എന്നതാണ്. ഉദാഹരണത്തിന് ഫിലിപ്പ് ലേഖനം എടുക്കുക. ഫിലിപ്പ് ലേഖനം ഫിലിപ്പിലുള്ള ഒരു സഭയ്ക്ക് എഴുതിയതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം അവിടെ വഴക്കടിച്ചുകൊണ്ടിരുന്ന 2 സഹോദരിമാരുടെ പേര് പറയുന്നുണ്ട്. അവരോട് വഴക്കുണ്ടാക്കാതിരിക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. കൊലോസി ലേഖനത്തിൽ തത്വജ്ഞാനം, ഫിലോസഫി ഇതൊക്കെ പറഞ്ഞ് ആളുകളെ വഞ്ചിക്കുന്ന, ക്രിസ്തു എന്ന തലയെ മുറുകെ പിടിക്കാത്ത ഒരു ഉപദേശം അവിടെയുണ്ട്. നോസ്റ്റിക് ഉപദേശം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അത് പാലിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട് എന്ന കാര്യവും പൗലോസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അത് കൊലോസിയിലുള്ള സഭയ്ക്ക് വേണ്ടി മാത്രം എഴുതിയ എഴുത്താണ്. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും പറയുന്നില്ല. അതിൻ്റെ അർത്ഥം ഇത് എഫെസോസിൽ മാത്രമുള്ള എഴുത്തല്ല. കാരണം എഫെസോസിലെ സഭയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എഴുതി എല്ലാവർക്കും അയക്കുക എന്ന് പറഞ്ഞാൽ അതവരെ നാണം കെടുത്തുന്നതിന് തുല്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊരു കത്ത് പൗലോസ് എഴുതാതെ എല്ലാവർക്കും വായിക്കാവുന്നൊരു കത്ത് പൗലോസ് എഴുതിയത്. അപ്പോൾ എഫെസോസ് സഭയിൽ പ്രശ്നങ്ങളില്ലെന്നല്ല, എന്നാൽ ആ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും പൗലോസ് എഴുതുന്നില്ല. അതുകൊണ്ട് ഇതൊരു സർക്കുലർ ലെറ്ററാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ എഴുത്തിൻ്റെ ആദ്യത്തെ ഭാഗം ദൈവം നമുക്ക് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മിൽ നിന്നുള്ള ഉദ്ദേശം. രണ്ടാമത് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം, ഇതാണ് പറയുന്നത്. ഇനി കാരാഗ്രഹ ലേഖനങ്ങളിൽ ഫിലമോൻ്റെ ലേഖനം അതൊരു പേഴ്സണൽ ലെറ്ററാണ്, വ്യക്തിപരമായ ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് എഴുതുന്ന എഴുത്താണ്. കൊലോസ്യ ലേഖനം അത് അവരുടെ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയ എഴുത്താണ്. ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ദുരുപദേശം അത് നിങ്ങൾ സൂക്ഷിക്കണം, അത് വിട്ടൊഴിയണം എന്ന് പറയാൻ വേണ്ടി എഴുതിയ ഒരു എഴുത്താണ്. എന്നാൽ എഫേസ്യ ലേഖനം അവരെ ഒന്ന് പ്രചോദിപ്പിക്കാൻ, ഒന്ന് ഉത്സാഹിപ്പിക്കുവാൻ വേണ്ടി എഴുതിയ എഴുത്താണ്. ആ കാര്യം എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഫിലിപ്പ് ലേഖനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു താങ്ക് യു ലെറ്ററാണ്. അവർ പണം കൊടുത്തുവിട്ടു, സഹായിച്ചു, അതിന് നന്ദിയായിട്ട് പൗലോസ് എഴുതിയതാണ് ഫിലിപ്പ് ലേഖനം. ഇനി നമുക്ക് എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് നോക്കാം. 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് നോക്കാം. ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാർക്കും ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പൗലോസ് അപ്പോസ്തലൻ താൻ ആരാണ് എന്ന് ആദ്യം തന്നെ പറയുന്നു. ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ തൻ്റെ അപ്പോസ്തോലികമായ അധികാരം താൻ ഉപയോഗിക്കുകയാണ്. നമ്മൾ മറ്റ് പല സ്ഥലങ്ങളിലും വായിക്കുന്നുണ്ട്. പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് തെസ്സലോനിക്ക ലേഖനത്തിൽ ഞാൻ പറയുന്നുണ്ട്, അപ്പോസ്തലന്മാരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പല പദവികളും പല പ്രിവിലേജസും ഉണ്ട്, അതെടുക്കാമായിരുന്നു, പക്ഷേ ഞങ്ങളതൊന്നും ചെയ്തില്ല. ഞങ്ങൾ ജോലി ചെയ്ത് നിങ്ങളുടെ ഇടയിൽ ജീവിച്ചു, നിങ്ങൾക്ക് ഞങ്ങളൊരു ഭാരമായിരുന്നില്ല എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തലൻ എന്നുള്ള പദവിയും അതിൻ്റെ പ്രിവിലേജസും ഒന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളായിരുന്നില്ല അപ്പോസ്തലനായ പൗലോസ്. പക്ഷേ താൻ ഈ ലേഖനം എഴുതുമ്പോൾ അവിടെ താൻ അപ്പോസ്തലനാണ് എന്ന കാര്യം പറയുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം, ഈ പറയുന്ന കാര്യങ്ങൾ ഇത് പൗലോസ് എന്ന ഞാൻ പറയുന്നതല്ല, മറിച്ച് പരിശുദ്ധാത്മ നിയോഗത്താൽ പറയുന്നതാണ് എന്ന് ഈ വായിക്കുന്നവരെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് താനിത് പറയുന്നത്. രണ്ടാമത് താൻ പറയുന്നത്, ഞാൻ അപ്പോസ്തലനായിരിക്കുന്നത് ദൈവേഷ്ടത്താലാണ്. ഞാൻ ഒരു അപ്പോസ്തലനാകണം എന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല. ചിലരങ്ങനെയാണല്ലോ, എനിക്ക് ഒരു പാസ്റ്റർ ആവണം, അപ്പോൾ അതിന് തിയോളജി പഠിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു പ്രസംഗകനാകണം, അതിന് ബൈബിൾ സ്കൂളിൽ പഠിക്കണം, പ്രസംഗം, ഇങ്ങനെ അതിനുവേണ്ടി അങ്ങനെ ഉദ്ദേശിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു അപ്പോസ്തലനാകുക എന്നതായിരുന്നില്ല പൗലോസിൻ്റെ സ്വപ്നം. ദൈവം പൗലോസിനെ വിളിച്ച് അപ്പോസ്തലനാക്കിയതാണ്. ഇത് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം തനിക്ക് കൊടുത്ത ഒരു ആത്മിക വരമാണ് അപ്പോസ്തലത്വം. അപ്പോൾ ദൈവേഷ്ടത്താൽ ദൈവം വിളിച്ചാക്കിയ അപ്പോസ്തലനായ പൗലോസ് എന്നാണ് താൻ തന്നെ പറയുന്നത്. ഇത് അപ്പോസ്തല ശുശ്രൂഷയുടെ കാര്യത്തിൽ മാത്രമല്ല, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഏത് ശുശ്രൂഷയും ഈ മനോഭാവത്തോടെ കാണണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഇതൊക്കെ ക്രിസ്തീയ ശുശ്രൂഷകളൊക്കെ പ്രൊഫഷനായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. ഏത് ജോലിയും പ്രൊഫഷനായിട്ട് എടുക്കാം, അതിൽ തെറ്റെന്ന് പറയാനൊന്നും സാധിക്കില്ല. എന്നാൽ അതിലൊരു അപകടമുണ്ട്. ഞാൻ എൻ്റെ ശുശ്രൂഷ ഒരു പ്രൊഫഷനായിട്ട് എടുത്താൽ പിന്നെ ആ പ്രൊഫഷനിൽ എനിക്ക് എങ്ങനെ വളരാം
എനിക്ക് എന്തൊക്കെ മെച്ചമുണ്ടാകും എന്നതായിരിക്കും എൻ്റെ ഉദ്ദേശം. എന്നാൽ എന്നെ ദൈവം വിളിച്ച് ഈ ശുശ്രൂഷയിലാക്കിയിരിക്കുന്നു എന്ന ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങൾക്കൊരു കരിയർ ഓപ്ഷനല്ല. ഈ ദൈവ ശുശ്രൂഷ എന്നുള്ള കരിയറിൽ എങ്ങനെ വളരാം, എങ്ങനെ പ്രസിദ്ധനാകാം, എങ്ങനെ പണം ഉണ്ടാകാം എന്ന ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടായില്ല. കാരണം ദൈവമാണ് നിങ്ങളെ വിളിച്ചാക്കിയത്. ദൈവം നിങ്ങളെ വിളിച്ചാക്കിയതാണെങ്കിൽ ദൈവം നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, ഈ കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കോളും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാകും. അപ്പോൾ ഏത് ദൈവ ശുശ്രൂഷ ചെയ്താലും ദൈവം വിളിച്ചാക്കിയതാണെങ്കിൽ സമാധാനമുണ്ട്. കാരണം നമുക്ക് നമ്മുടെ വളർച്ചയെക്കുറിച്ച്, നമ്മുടെ പ്രൊമോഷനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. വേറെ ഏത് പ്രൊഫഷനിലാണെങ്കിലും ആ പ്രൊഫഷനിൽ എങ്ങനെ വളരണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. പ്രൊമോഷനെക്കുറിച്ച്, സാലറി ഹൈക്കിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ മറ്റുള്ളവരുടെ മുകളിൽ കയറാനുള്ള വഴി, ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടി വരും. എന്നാൽ ദൈവം വിളിച്ചാക്കിയ ശുശ്രൂഷയിൽ അതിൻ്റെ ആവശ്യമില്ല. ഇതാണ് ദൈവം വിളിച്ചാക്കിയതാണ് എന്നതിൻ്റെ ഒരു തെളിവ്. പൗലോസ് പിന്നെ എഫെസോസിൽ തൻ്റെ ഈ കത്ത് വായിക്കുന്ന ആളുകളോട് താൻ പറയുന്നത് വിശുദ്ധന്മാരും വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. അവിടെ വിശുദ്ധന്മാരും വിശ്വാസികളും എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് രണ്ടും ഒരു കൂട്ടരാ. വിശുദ്ധന്മാർക്ക് വന്ദനം, വിശ്വാസികൾക്ക് വന്ദനം അങ്ങനെയല്ല, രണ്ടും ഒരു കൂട്ടരാ. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് വിശുദ്ധൻ എന്ന പദവി ലഭിക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. നമുക്കറിയാമല്ലോ, ചിലരെയൊക്കെ വിശുദ്ധനായി പ്രഖ്യാപിക്കും. എനിക്കും വിശുദ്ധനായ കൊള്ളാമെന്നുണ്ട്. പക്ഷേ വിശുദ്ധനാകുന്നതിൻ്റെ ഒന്നാമത്തെ പടി മരിക്കണം എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുന്നവരെ വിശുദ്ധരാക്കില്ല, മരിച്ചവരെ വിശുദ്ധരാക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പണിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ എഫെസോസിലുള്ള വിശ്വാസികളെ പൗലോസ് വിളിക്കുന്നത് വിശുദ്ധന്മാരെന്നാണ്. അതിൻ്റെ അർത്ഥം ഇവരൊരു തെറ്റും ചെയ്യാത്തവരാണെന്നല്ല, ഇവർക്ക് എന്തെങ്കിലും ദിവ്യത്വം ഉണ്ടെന്നുമല്ല. വിശുദ്ധൻ എന്ന വിളി ദൈവം ഒരാളെ വിളിക്കുന്നതാണ്. അതിൻ്റെ കാരണം ആ വ്യക്തിയെ ദൈവം യേശുക്രിസ്തുവിലൂടെ നോക്കുമ്പോൾ വിശുദ്ധനെ കാണുന്നു. ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമകനായി തീരുമ്പോൾ അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അപ്പോൾ ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ പിന്നെ ദൈവം ആ വ്യക്തിയെ നോക്കുന്നത് വേറെ എവിടെയുമല്ല, ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ കൂടെയാണ് ആ വ്യക്തിയെ കാണുന്നത്. അപ്പോൾ ക്രിസ്തുവിനുള്ള യോഗ്യത ആ വ്യക്തിക്ക് ഉണ്ടാവുകയാണ്. കാരണം ആ വ്യക്തി ക്രിസ്തുവുമായി ഐഡൻറ്റിഫൈ ചെയ്തു, താതാത്മ്യം പ്രാപിച്ചു. ഇതൊക്കെ ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാം അവൻ്റെ മരണത്തോടും അവൻ്റെ ശവസംസ്കാരത്തോടും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുകയാണ്. അപ്പോൾ അവൻ്റെ മരണത്തോട് ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ നാം മരിക്കാൻ തയ്യാറാകുകയാണ്. എൻ്റെ പഴയ ജീവിതത്തിന്, എൻ്റെ ജഡത്തിന്, എൻ്റെ നന്മ പ്രവർത്തികൾ ഇതെല്ലാം മരിച്ചതിന് തുല്യം. അതിനൊന്നും ഒരു കാര്യമില്ല. ഞാൻ മരിച്ചു, ആ ജീവിതത്തിന് മരിച്ചു, ക്രിസ്തുവിൽ മരിച്ചു. അപ്പോൾ അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചു, അവനോടുകൂടെ അടക്കം ചെയ്യപ്പെട്ടു. പിന്നെ ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ ജീവിതമാണ്. ആ പുതിയ ജീവിതം ക്രിസ്തുവിലാണ്. അപ്പോൾ ദൈവം ക്രിസ്തുവിനെ നോക്കുന്നത് പോലെ തന്നെയാണ് ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ അവകാശികളായവരെ ദൈവം നോക്കുന്നത്. ദൈവം ക്രിസ്തുവിനെ നോക്കുമ്പോൾ തന്നിൽ വിശ്വസിച്ചവരെയും താൻ കാണുന്നു. അപ്പോൾ അവരെ വിശുദ്ധരായിട്ടാണ് ദൈവം കാണുന്നത്. ക്രിസ്തു വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവിലുള്ളവരും വിശുദ്ധരായിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ദൈവദൂഷണമാണ് എന്ന് നമുക്ക് തോന്നും. അതെ, മനുഷ്യൻ എങ്ങനെ ദൈവം മുമ്പാകെ വിശ്വസനായി തീരാൻ സാധിക്കില്ല. എന്നാൽ അതിനുള്ള ഏക വഴി ക്രിസ്തുവിലായി തീരുക എന്നതാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അവനെ ദൈവം കാണുന്നത് വിശുദ്ധനായിട്ടാണ്. അതുകൊണ്ട് പൗലോസിന് എഫെസോസിലുള്ള വിശ്വാസികളെ പോട്ടെ, കൊരിന്തിലുള്ളവരെ പോലും, കൊരിന്തിൽ ഉള്ള വിശ്വാസികളുടെ ഗുണമൊക്കെ നിന്ന് ഞാൻ പറയണ്ടല്ലോ, അവരെ പോലും പൗലോസ് വിശുദ്ധർ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. പിന്നെ അവരെ പൗലോസ് ഗ്രീറ്റ് ചെയ്യുന്നു. ആ ഗ്രീറ്റിംഗ് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നുമാണ് അതുണ്ടാകേണ്ടത് എന്നും താൻ പറയുന്നു. അപ്പം ഈ സമാധാനം എന്ന ഗ്രീറ്റിംഗ്, അല്ലെങ്കിൽ ശാലോം എന്ന് ഇബ്രായർ പറയുന്ന ആ ഗ്രീറ്റിംഗ്, അത് യഹൂദന്മാരുടെ ഗ്രീറ്റിംഗ് ആണ്. എന്നാൽ കൃപ എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസം കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ എന്താണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് ചില ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രസിദ്ധ ഗ്രന്ഥകാരനും റേഡിയോ പ്രഭാഷകനുമായ C.S. ലൂയിസ് ആ മുറിയിലേക്ക് കടന്നു വന്നു. അപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? ഒറ്റ വാക്കിൽ അദ്ദേഹം ഉത്തരം പറഞ്ഞു: കൃപ, ഗ്രേസ്. അർഹതയില്ലാത്തത് ആളുകൾക്ക് കൊടുക്കുക, അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രത്യേകത. ഇവിടെ പൗലോസ് പറയുന്ന രണ്ട് കാര്യങ്ങൾ: ദൈവകൃപ, അർഹതയില്ലാത്ത ദൈവത്തിൻ്റെ ഔദാര്യം അല്ലെങ്കിൽ ദയ, അത് നിങ്ങൾക്ക് ലഭിക്കുന്നു. അത് മുഖാന്തരം നിങ്ങൾക്ക് സമാധാനവും ഉണ്ടാകുന്നു. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ നിസ്തുല്യത. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 09880222
1957 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 09880221957. വചനദീപം